അങ്ങനെ രാവിലത്തെ പണിയെല്ലാം ഞാൻ വേഗം തീർത്തിട്ട് എനിക്കിന്ന് പുറത്തേക്ക് പോകാനുണ്ട്. പോകുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. കറി ഉണ്ടാക്കിയിട്ടില്ല. കറി പിന്നെ രാവിലത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ടേന്. അപ്പം അത് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചു മതി ഉച്ചക്കേക്ക് അതന്നെ എടുക്കാൻ. പിന്നെ രാത്രിക്ക് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യാം. അപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും പിന്നെ എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടിയാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ മുളക് എടുക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഒരു മില്ലുണ്ടായിരുന്നു ഭാരത്ത്, അവിടെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ എനിക്കിങ്ങനെ എന്താണെന്നറിയില്ല, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു മറവി വരുന്ന റബ്ബേ. ഈ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോഴേ ചിലതൊക്കെ ഇങ്ങനെ മറന്നു പോകും. അതാണ് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും ചില ദിവസങ്ങളിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താപ്പാ എത്ര വലിയ ചിന്തയെന്ന്. അതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ എന്ത് ചെയ്തേ, ഇനി ഇത് കവറിലാക്കണോ. ഇന്ന് പിന്നെ ഈ ഒരു മുളക് പൊടിപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ കറി വെക്കാൻ മുളക് ഉണ്ടാവില്ല. പിന്നെ അതുമല്ല നമ്മൾ കടയിൽ നിന്നൊന്നും അങ്ങനെ പാക്കറ്റ് മുളകൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ, പൊടിപ്പിക്കൽ തന്നെയാണ്. പിന്നെ വേറെന്താ നിങ്ങളുടെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്നലല്ല മിന്നാന്നാന്ന് തോന്നുന്നു ഞാൻ ടൈൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടോക്കണേ. അപ്പോൾ എനിക്ക് ഇന്നൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആടെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തത്, തിരിച്ച് വരുമ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തായാലും പിന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ വേണമല്ലോ. അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങിയാൽ സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ അതിനായിട്ട് വരുത്തല്ല ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം മുമ്പത്തെ പോലെ എന്താണെന്നറിയില്ല, വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടി തന്നെയാണ്. എന്താണെന്നറിയില്ല. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് അരി എടുക്കാനുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് ഞാൻ വീട്ടിലേക്ക് എത്തി. ഇന്ന് പിന്നെ വൈകുന്നേരം എനിക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ മഗ്‌രിബിന് ശേഷം ആ ക്ലാസ്, അവിടെയും ഒന്ന് പോകാനുണ്ട്. മക്രോണി ഞാൻ കൂടുതൽ രാത്രിയാണ് ഉണ്ടാക്കാറ്. ഉച്ചക്കൊന്നും പിന്നെ എന്തായാലും ഉണ്ടാക്കില്ല. ഉച്ചക്കെല്ലാം പിന്നെ ചോറ് തന്നെയാണ്. രാവിലെയും അങ്ങനെ ഉണ്ടാക്കൂല, രാത്രിയാണ് കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ അതിങ്ങനെ ഞാൻ വാങ്ങി വെക്കും മടിയുള്ള ദിവസമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളിക്ക് പിന്നെ ഇന്ന് അവിടെ റേറ്റ് കുറവ് കണ്ടുകൊണ്ട് എടുത്ത്. തക്കാളി ഉണ്ട് ഇന്ന് 14-15 കണ്ടുള്ളൂ. ഞാനില്ലേ മെട്രോ എന്നാണ് സാധനം വാങ്ങിച്ചത്. അതായത് മുണ്ടിയാടുള്ള വാർത്ത മുണ്ടിയാടുള്ള അവിടെ നിന്നാണ് ഞാനിപ്പോൾ സാധനങ്ങൾ എടുക്കാറ്. കുറേ സാധനങ്ങളുണ്ടെങ്കിലേ നെസ്റ്റോയിലേക്ക് പോകാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മെട്രോ എന്നാണ് വാങ്ങിക്കുക. മെട്രോ തന്നെയല്ലേ ഷോപ്പിൻ്റെ പേര്? തന്നെ തോന്നുന്നു. മുണ്ടിയാടുള്ള ഒയാപ്പീസിൻ്റെ ആടുള്ള അങ്ങനെ ക്യാരറ്റ് പിന്നെ ഞാനിങ്ങനെ ബോക്സിലാണ് ഇട്ട് വെക്കാറ്. ഇങ്ങനെ വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞാലും 1 മാസം കഴിഞ്ഞാലും നമ്മളെങ്ങനെയാണ് വെച്ചത് അതേപോലെ തന്നെ കിട്ടും. അടച്ച് വെക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടൈൽ നോക്കിയിട്ട് നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല, ബാക്കി 5000 കിട്ടാനുണ്ട് എന്നൊക്കെ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് നല്ല ടൈലുണ്ട്, ഞാൻ അവിടുന്ന് എടുക്കൽ ഗോഡൗണിൽ നിന്ന് ഷോപ്പാറൊക്കെ എടുക്കുന്നതാണ്, നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്താൽ 5000 കഴിച്ചിട്ട് ബാക്കിയേ കൊടുക്കണ്ടു. അങ്ങനെ ഇത് ഹോൾസെയിൽ കടയായതുകൊണ്ട് നമുക്കങ്ങനെ കിട്ടൂല. ഇവർ വില ഇട്ട് തരൂല, ഒരു കാരണവശാലും ഇവർ വില ഇട്ട് തരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടില്ലേ, ഇങ്ങനെ പൈസ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞേ. അപ്പോൾ അവരാണ് നമുക്ക് വില ഇട്ട് തരേണ്ടത്. അങ്ങനെ നല്ലത് കണ്ടവരെ എനിക്കിഷ്ടമായി. ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും പിന്നെ ബോക്സ് അങ്ങനെ പൊട്ടിക്കാൻ പറ്റൂലല്ലോ. എന്നാലും അവർ പൊട്ടിച്ചോന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എനിക്ക് പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒന്ന് ഇഷ്ടമായി.
മാർബിൾ ടൈപ്പ്. എൻ്റെ താലിട്ട അതേപോലെ തന്നെ എൻ്റെ താലിട്ട മാർബിളിൻ്റെ അതേ ടൈൽ തന്നെ ഞാനിവിടെ കണ്ടുകൊണ്ട് എനിക്കത് ഇഷ്ടമായി. അങ്ങനെ എടുക്കാൻ തീരുമാനിച്ച്. പിന്നെ വലിയ സൈസാണ് എടുത്തത്. അതേപോലെ തന്നെ ഓപ്പൺ ടെറസിലും പിന്നെ ഞാൻ വലിയ സൈസാണ് എടുത്തത്. അവിടുത്തെ ചുമരുമ്മലും ഫ്ലോറിനൊക്കെ വലുതന്നെ എടുക്കുമ്പോൾ പിന്നെ നല്ല വൃത്തിയുള്ളത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് റേറ്റ് പിന്നെ അത്യാവശ്യം കൂടുതൽ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ.